താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ 2 പേർ അഡ്മിഷൻ നേടിയ ഈങ്ങാപ്പുഴ MGM-HSSലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പിന്നെ കുറ്റം പറയരുത്, പ്രതിഷേധം നാണമുണ്ടോ നിങ്ങൾക്ക്? ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അതിൻ്റെ ക്രിമിനലുകളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇതേ സ്കൂളിൽ ഇവിടുത്തെ രക്ഷിതാക്കളുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് അതേ നാട്ടിലെ അതേ സ്കൂളുകളുടെ ഉള്ളിൽ വീണ്ടും അഡ്മിഷൻ കൊടുത്തുകൊണ്ട് അധികാരി വർഗത്തിൻ്റെ ധാർഷ്ട്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ ഈ സംസ്ഥാനത്ത് കണ്ടുവരുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ കുട്ടിയുടെയും ഭാവി നിർണ്ണയിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോ കുട്ടികളെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെയും ഒരു ഡ്രീമാണ്, ഒരു സ്വപ്നമാണ് വിദ്യാഭ്യാസം നേടുക അല്ലെങ്കിൽ ആ കുടുംബത്തെ നയിക്കുക എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ നാളുകളായി നമ്മൾ കണ്ടു, വിദ്യാഭ്യാസം നേടി ആ കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്ന ഒരു മകനെ, ആ കുടുംബത്തിൻ്റെ ഭാവിയായിരുന്ന, ആ കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്ന ആ മകനെ കാവാലികളായ 3-4 പേര് ക്രിമിനൽസ് ആയിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികൾ ചേർന്ന് ആ നിഷ്കളങ്കമായ ആ കുട്ടീനെ കൊല ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വിദ്യ ഇതാണോ ഈ സംസ്ഥാനത്ത് വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇതിലൂടെയാണോ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതെന്നും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സരസ്വതി ക്ഷേത്രങ്ങളാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചിറങ്ങുന്ന ഓരോ വ്യക്തിയും ആ സമൂഹത്തിന്, ആ രാജ്യത്തിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉത്തമ പുരുഷന്മാരായി, ഉത്തമ പൗരന്മാരായി വരുന്ന ആൾക്കാരാണ്. ആ തരത്തിൽ അവരെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ട ആ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നും സമൂഹത്തിന് നല്ല മാതൃകകളായി, നല്ല ഉദാഹരണങ്ങളായിട്ടാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തെയും അഭ്യാസം നൽകുന്ന അധ്യാപകരെയും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കാലങ്ങളായിട്ടുള്ള സംസ്കാരമനുസരിച്ച് വളരെ ബഹുമാനത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ 2 പേർ അഡ്മിഷൻ നേടിയ ഈങ്ങാപ്പുഴ MGM-HSSലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ചാണ് കണ്ടത്.